എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ തുടരുകയാണ്. ഇന്ന് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനൊക്കെ ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. അപ്പോൾ ഇന്ന് പറയുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ തന്നെ നിങ്ങളൊരു പേപ്പറും പേനയും എടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതി പഠിച്ച് മനസ്സിലാക്കി ആ പറയുന്ന പ്രകാരമുള്ള ബോധ്യം ദർശനങ്ങളൊക്കെയായി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങൾ വന്നു ചേരും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നക്ഷത്രം എന്ന് പറയുന്നത് 27 നക്ഷത്രമാകുന്നു. രാശി എന്ന് പറയുന്നത് 12. ഗണം എന്ന് പറയുന്നത് 3ആയി തിരിച്ചിരിക്കുന്നു. ദേവഗണം, മനുഷ്യഗണം, അസുരഗണം. ഈ ഏതെങ്കിലും ഒരു ഗണത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ജനിച്ചിട്ടുണ്ടാവുക. പുരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ ആരാധിക്കേണ്ടത് മഹാലക്ഷ്മിയെയും വിഷ്ണു ഭഗവാനെയുമാകുന്നു. അന്നപൂർണേശ്വരിയും ഭജിക്കാവുന്നതാണ്. ഈ ക്ഷേത്രങ്ങളിലെല്ലാം പോയി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഗുണങ്ങളുണ്ടാകും. വ്യാഴം പൂരാടം വരുന്ന ദിവസം വിഷ്ണു പൂജയും, വെള്ളി പൂരാടം വരുന്ന ദിവസം മഹാലക്ഷ്മി പൂജയും നടത്തുന്നത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങളാണ്. പൂരാടം, ഭരണി, പൂരം നക്ഷത്ര ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് ഗുണം തന്നെയാണ്. നിങ്ങളുടെ ഗണം മനുഷ്യഗണമാണ്. നിങ്ങൾ മനുഷ്യഗണത്തിലാണ് പിറന്നിട്ടുള്ളത്. നിങ്ങളുടെ നക്ഷത്രദേവൻ ജലമാകുന്നു. നിങ്ങളുടെ വൃക്ഷം വന്യയാകുന്നു. നിങ്ങളുടെ മൃഗം വാനരനാകുന്നു. നിങ്ങളുടെ പക്ഷി കോഴിയാണ്. നിങ്ങളുടെ ഭാഗ്യനിറം വെള്ള മഞ്ഞയാണ്. ഈ നിറം ധരിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 6ആണ്. ഈ 6ആം നമ്പർ ഒരു തുണ്ട് കടലാസിൽ എഴുതി നിങ്ങൾ വിളക്ക് വയ്ക്കുന്ന പോട്ടത്തിൻ്റെ മുന്നിൽ മഞ്ഞൾ ചാർത്തി വെച്ച് പ്രാർത്ഥിച്ച് അത് മടക്കി നിങ്ങളുടെ പേഴ്സിലോ ബാഗിലോ വെച്ച് നടക്കുന്നത് നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ദിവസങ്ങൾ നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുക. നിങ്ങൾ ധരിക്കേണ്ട രത്നം വെള്ള പുക്ഷരാഗമാകുന്നു. ഇതൊക്കെയാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ മറ്റൊരു നാളുമായി ഇനി നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.